ഇപ്പോൾ ശ്രീ സെബാസ്റ്റ്യൻ പോൾ കൂടി നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. സാധാരണഗതിയിൽ മറ്റിടങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം AI ഉപയോഗിച്ച് പലരും ഇത്തരത്തിൽ വ്യാജ നിർമ്മിതികളൊക്കെ സൃഷ്ടിക്കാറുണ്ട്, അത് വൈറലാകാറുമുണ്ട്. പക്ഷേ അത് സ്വന്തം ഒരു ചിത്രം അതേപോലെ ചെയ്ത് അദ്ദേഹം തന്നെ അത് പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു അമേരിക്കൻ പ്രസിഡന്റ് പോകുന്നു. അതും ഒരു ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു മതമേധാവിയായിരുന്ന എല്ലാവരും വളരെ വൈകാരികമായി വിടപറയൽ നടത്തിയ പോപ്പിൻ്റെ ചിത്രവുമായി സാമ്യപ്പെടുത്തിക്കൊണ്ട് അത് എങ്ങനെയാണ് എന്തുകൊണ്ട് ട്രംപ് അങ്ങനെ ചെയ്യുന്നു എന്നതാണ് ഒരു തോന്നലുണ്ടാക്കുന്നത്. ഒപ്പം ഒരു പ്രതികരണങ്ങൾ അത് കൂടുതൽ ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് കൂടുതൽ ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതിൽ മാർപ്പാപ്പ കാലം ചെയ്ത് ദുഃഖാചരണം കഴിയുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള കോപാളിത്തരങ്ങൾ കാണിക്കുക എന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതും അമേരിക്കയുടെ പ്രസിഡന്റാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്തിരിക്കുന്നയാൾ ആ സ്ഥാനത്തിന്റെ പദവിയുടെ കസേരയുടെ വലിപ്പം അറിഞ്ഞിരിക്കണം. അതിനു പകരം അദ്ദേഹം ഇങ്ങനെ ചെയ്യുക, ഇത് ആരെങ്കിലും ഒരു ഒരു കുട്ടികളോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ബാലിശമായി ചിന്തിക്കുന്നവരോ കമ്പ്യൂട്ടറിൽ AI ഉപയോഗിച്ച് ഒരു ചിത്രം നിർമ്മിച്ചു, അത് പങ്കുവച്ചു എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിൽ മറ്റൊരു രീതിയിലുള്ള ഒരു 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 വികാരം മരണപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് ആ രീതിയിൽ കാണുക, തള്ളിക്കളയുക. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ചെയ്തിരിക്കുന്നത് സ്വയം ആ ചിത്രം പങ്കുവയ്ക്കുന്നു, ഷെയർ ചെയ്യുന്നു, അത് പ്രചരിപ്പിക്കുന്നു, അതിന് അദ്ദേഹം ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. അവിടെ മാർപ്പാപ്പയ്ക്കൊന്നും സംഭവിക്കാനില്ല. അത് ഇപ്പോൾ കൃത്യമായി ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആക്ഷേപിക്കുന്നു എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ മാർപ്പാപ്പ എന്ന പദവിയെയും അദ്ദേഹം പരിഹസിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ സ്വന്തം പദവിയെ അദ്ദേഹം വില കുറച്ച് കാണിക്കുകയും സ്വയം ഒരു ബുദ്ധിശൂന്യനായ വ്യക്തിയാണ് താൻ എന്ന് ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു ശോചനീയമായ അവസ്ഥയാണ് ഇന്നിപ്പോൾ കാണുന്നത്.